ഹായ് ഗൈസ്, ജിത്തു മാധവന് എത്തരത്തിലാണ് ഇത്തരത്തിൽ ചിന്തിച്ച് ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? അതിലുപരി ചിദംബരത്തിന്റെ ഡയറക്ഷൻ. ഒരു ഇംഗ്ലീഷ് ഫിലിമിലോ അല്ലെങ്കിൽ മറ്റു ഭാഷാ ഫിലിമുകളിലൊക്കെയോ ഇത്തരത്തിലൊരു ഡീപ്പായിട്ടുള്ള ആക്ടിങ്, അതുപോലെ തന്നെ സ്റ്റോറി ലൈന്, പിന്നെ അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ, ഓരോ സ്ക്രീൻ ബൈ സ്ക്രീന്, അതുപോലെ തന്നെ ഈ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ ഷോട്ടിന് വേണ്ടിയിട്ട് അവരെടുത്ത എഫേർട്ട് വരെ ഈ ഫിലിമിൽ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ബാലൻ എന്ന് പറയുന്ന ഫിലിമിനെ കുറിച്ചാണ് കേട്ടോ. ഇന്ന് തിയേറ്ററിൽ പോയി കണ്ടിട്ട് എനിക്ക് ഈ അടുത്തൊന്നും ഇത്രയും നല്ലൊരു ഫിലിം കാണില്ല എന്ന് പറയാൻ പറ്റും. ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ബാഹുബലിയോ അല്ലെങ്കിൽ അതുപോലെയൊന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ പോകേണ്ടത്. ഒരു ആക്ടിങ്ങിന്റെ 100% ലെവൽ. അതിലുപരി ഒരു സംവിധായകന് ഒരു ഫിലിമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ അങ്ങേയറ്റം. പിന്നെ ഇതിലെനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് പറയണം കേട്ടോ. കാസ്റ്റിംഗ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പല പോർഷനിലായിട്ട് ഓരോ ആൾ ഫിലിമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതിലൊരു ഏജ്ഡ് ആയിട്ടുള്ളൊരു അമ്മുമ്മ, ആ അത്തരത്തിലുള്ളൊരു ലേഡിയുടെ കടന്നു വരവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമ്മുമ്മയുടെ കടന്നു വരവ് ഫിലിമിനെ വേറൊരു തലത്തിലേക്ക് നമ്മളെ ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ചിന്തിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്രയും നാൾ ഇവർ ഏടി ആയിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിലൊരു ഇതുണ്ടാവുമല്ലോ, അത്തരത്തിൽ നമുക്കൊരു ഫീലിങ്സ് വരും. പിന്നെ ഇതിൽ അഭിനയിച്ച ഫർസാന എന്ന് പറയുന്ന അവരുടെ പേരങ്ങനെ തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. അവർ ഈ ഫിലിമിനെ കൊണ്ടുപോകുന്ന ഒരു ലൈനുണ്ട്, ഒരു പാത്തുണ്ട്. കാരണം വെച്ചാൽ അവരവരുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടിയ സമയങ്ങൾ പിന്നീട് അവർ ഓരോ ആൾക്കാരിൽ നിന്നും മാറി മാറി അല്ലെങ്കിൽ ഒളിച്ചൊളിച്ച് ഓരോ ഘട്ടങ്ങൾ, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്ന രീതിയുണ്ടല്ലോ. നമ്മൾ ഇതുവരെ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത ഒരമ്മ, ഒരു പോരാളിയായ അമ്മ എന്നൊക്കെ പറയുന്ന ഇതിന്റെ വേറൊരു വേർഷനാണ് കേട്ടോ. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് അത്ര ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ഗണപതി, ഇതിന്റെ കാസ്റ്റിംഗ് നോക്കിയിരുന്ന ഗണപതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാസ്റ്റിംഗ് ഒന്നുപോലും ഫെയിൽ ആയിട്ടാന്ന് പറയാം. അതിൽ ഈ കുട്ടിയുടെ 2 പ്രായഭേദങ്ങളിലെ ആക്ടിങ് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്ന ചെറിയൊരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടീന്റെ അഭിനയം, പിന്നെ ആ കുട്ടീന്റെ നോട്ടം, ശൈലി, പിന്നെ ചെറിയ സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ കുട്ടി അമ്മയും കുട്ടിയും അടുത്ത് നിന്നിട്ട് ആ കുട്ടി മുകളിലോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു ചെറിയൊരു ആക്യുറേറ്റ് മൂവ്മെന്റ് പോലും ആ കുട്ടീന്റെ ആക്ടിങ്ങിനെ പറ്റി, ആക്ടിങ് മികവ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷന്റെ അങ്ങേയറ്റത്തെ ഒരു കപ്പാസിറ്റി എന്ന് പറയാം. പക്ഷെ അതുപോലെ തന്നെ ഈ ക്യാമറേനെയും പറയാണ്ടോ, ക്യാമറാമാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ ഇമോഷൻ സീൻസുകൾ മൈന്യൂട്ടായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഫിലിമിൽ നമ്മളെ തിയേറ്ററിൽ 2 മണിക്കൂർ നേരം പിടിച്ചിരുത്തുന്നത്. പിന്നെ ഫിലിമിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഈ ഫസാന എന്ന് പറഞ്ഞ ലേഡിയും അതുപോലെ തന്നെ ആ കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് വേറൊരു തലത്തിലേക്കാണ്, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫിലിം തന്നെ പറയാം. പിന്നെ ഇതിൽ ഒരു സോങ് ഉണ്ട്. സോങ്ങിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു താക്കോൽ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. സോങ് ഒരു നല്ല ആ ഒരു സിറ്റുവേഷന് ഈക്വൽ ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഫിലിമിന്റെ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടൊരു സോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ സോങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആപ്റ്റാസ് അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും കൊണ്ടേ കുറേ സോങ് ഒന്നും ഇടാതെ ആവശ്യത്തിന് കറക്റ്റായിട്ട് അർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫിലിമിനെ പുള്ള് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ഒരു സോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സോങ് ഒന്നും ഒരു മോശമായിട്ടും തോന്നിയില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്, നല്ലൊരു തിയേറ്ററിലായിരിക്കണം നിങ്ങൾ ഈ ഫിലിം കണ്ട കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫിലിമിന്റെ ഔട്ട്പുട്ട് അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. കാരണം നല്ല ശബ്ദം, അതുപോലെ തന്നെ ഓരോ ഡയലോഗ് ഡെലിവറിയും നമുക്ക് അത്രത്തോളം അങ്ങേറ്റത്ത് കേൾക്കാൻ പറ്റണം, പിന്നെ അതിനെ മനസ്സിലാക്കാൻ പറ്റണം. ഫിലിം ചിലയിടങ്ങളിൽ ഇത്തിരി സ്ലോ ആയിട്ട് റൺ ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് 2.5 മണിക്കൂർ നേരം തിയേറ്ററിലിരുന്ന് ഒരു വിസ്മയം കാണാം. വിസ്മയം എന്ന് ഉദ്ദേശിച്ചത് വലിയൊരു പ്രതീക്ഷയോട്ട് പോകാൻ കേട്ടോ. ആക്ടിങ്ങിന്റെ മികവ്, അതുപോലെ തന്നെ ഡയറക്ഷന്റെ മികവ്, ഇത് ഈ ഫിലിം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, ഇതിൽ കാസ്റ്റ് ചെയ്ത ഓരോ ആൾക്കാർക്ക് വരാം വേറെ ആൾക്കാർ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം പൊട്ടൻഷ്യലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ടൊവിനെ പോലെ ഇത്ര ഒരു വലിയൊരു ആക്ടർ, വലിയെന്ന് വെച്ചാൽ നമ്മളെ ഫിലിം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ നിലവാരത്തിൽ വളരെ വലിയൊരു തോതിൽ നിൽക്കുന്ന ഒരാള് വേറൊരു രൂപത്തിൽ നമ്മളെ മുന്നിലേക്ക് വരുന്നു. അദ്ദേഹം അത് കാണിച്ചൊരു ധൈര്യം, അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ലാൽ ജൂനിയറിന്റെ ഒരു ഇതുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ചില ആക്ടിങ് അദ്ദേഹം നമ്മളൊരു നെഗറ്റീവ് ഷെയ്ഡ് അങ്ങനെ ഒരു രീതി തോന്നാം മേ ബി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വേറൊരു തലത്തിലേക്കാണ് വരുന്നത്. കാരണം ലാലിനോട് കിടപിടിച്ച് നിൽക്കാൻ ശേഷിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലായിക്കോട്ടെ, സാഗ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ പറ്റും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതുപോലത്തെ വില്ലൻ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ ക്രൂരനായ കുറെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിന് സൂട്ടബിൾ ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങേറ്റം ഭദ്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ നാളിന് ശേഷം ഇത്രയും നല്ലൊരു ഫിലിം കണ്ടു കേട്ടോ.
ഈ ഫിലിം കുട്ടികൾക്കും എന്താ പറയുക മുതിർന്നവർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ പോയി കാണാൻ പറ്റും. ഇത് അത്രത്തോളം എല്ലാവരും കാണേണ്ട ഒരു ഫിലിമായിട്ട് തോന്നും കേട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയണം, ഈ ഫിലിമിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊണ്ടുവരാൻ സാധിച്ചത് ഇതിന്റെ ഓരോ സ്ക്രീൻ പ്ലേ ഉണ്ട്. അതുകൂടാതെ തന്നെ ഓരോ സ്ക്രീനിലും ഓരോ ഷോട്ടിലും അവര് നമ്മളാ ആ ഒരു സ്ഥലത്തിന്റെ ഭംഗി അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷന്റെ ഭംഗി അല്ലെങ്കിൽ ആ സെറ്റിന്റെ ഭംഗി അതേ രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ചൊരു എന്താ പറയുക ഒരു വയനാട് ഏരിയയിലെ ഒരു ലൊക്കേഷനൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത്തരത്തിലൊരു ഒരു ഒരു വൈഡായിട്ടുള്ള പല കാര്യങ്ങളും അതിലുണ്ട്. നമുക്ക് അതിൻ്റെ സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഫിലിം കാണുമ്പോൾ ചില ഫിലിമുകൾ കാണുമ്പോൾ ആ ഫിലിമിലെ കഥാപാത്രങ്ങൾ പോലെ ആ ഫിലിമിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫിലിം കാണുന്ന രീതിയിലല്ലോ, അത്തരത്തിൽ എനിക്ക് ഫിലിം കാണാൻ പറ്റി കേട്ടോ. അതിലെ കുട്ടിയുടെ സങ്കടങ്ങൾ, കുട്ടീൻ്റെ ജീവിതം, ആ അമ്മ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെ ഇത് നമ്മൾ ഇതുവരെ കണ്ട അമ്മമാരെ പോലെയല്ല കേട്ടോ, വേറൊരു തലത്തിലേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഫിലിം കാണാം കേട്ടോ. ഒരു ക്ലാസിക്കൽ ഫിലിം 2026 ആദ്യത്തെ ക്ലാസിക് ഫിലിമാണെന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫിലിമാണ് കേട്ടോ. ഇത് അന്യഭാഷകളിലേക്കും റീമിക്സിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും റീമേക്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. പക്ഷേ ഈ ഫിലിമിനെ കാണേണ്ട ഒരു രീതിയുണ്ട്. കാരണം നമ്മൾ വളരെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഒരു ക്രൈം ത്രില്ലർ കാണുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല. നമ്മൾ ആ ഫിലിമിൻ്റെ എന്താ പറയുക ഡൗൺ ആയിട്ടും അപ്പിന് അപ്പായിട്ടൊക്കെ കണ്ട് ഒരു സ്ലോ ആയി അത് മനസ്സിലാക്കി അങ്ങനെ പോകും. നമ്മൾ എക്കോ ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു താളത്തിൽ കാണും. പക്ഷെ എക്കോ ഇതുമായിട്ട് ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും അത്തരത്തിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഫിലിമാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നഷ്ടമാവില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ഓക്കെ, അതിലുപരി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും ഷെയറുമാണ് എന്നെ വളർത്തുന്നത്. അപ്പോൾ എനിക്ക് ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റും. എനിക്ക് ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു, ബൈ.